Today it's a special vlog. We are going for a pole dance class and we are late, so we have to run. Wow. വിചാരിച്ചണക്കല്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു ദിവസം ഞാൻ പോൾ ഡാൻസ് ചെയ്യുമെന്ന്. കുറച്ചധികം നടക്കാനുണ്ട് പോൾ ഡാൻസ് ക്ലാസ്സിലേക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി, എന്നാലും ഞാൻ എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ കവർ ചെയ്യുന്നുണ്ട്. സോ ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു. പവർ പോൾ സ്റ്റുഡിയോ എന്നാണ് ഈ ക്ലാസിൻ്റെ പേര്. എമി കുറച്ച് നാളായിട്ട് പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എമി എന്നോട് ചോദിച്ചു, പോൾ ഡാൻസ് ട്രൈ ചെയ്യാമോ എന്ന്. ആദ്യ റിയാക്ഷൻ ഞാൻ ചിരിച്ചു. ഞാനോ? പോൾ ഡാൻസോ? പക്ഷെ എമി പറഞ്ഞു, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്, എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോൾ ഡാൻസ് എന്നത് പലർക്കും പല രീതിയിൽ തോന്നുന്ന ഒരു വാക്കാണ്, പക്ഷെ അതിന്റെ കഥ അതിലും പഴയതാണ്. ഇത് ഇന്നത്തെ മോഡേൺ സ്റ്റുഡിയോയിൽ മാത്രം തുടങ്ങിയതല്ല, ഇതിന് 100 കണക്കിന് വർഷങ്ങളുടെ ഹിസ്റ്ററി ഉണ്ട്. ഇന്ത്യയിൽ 12ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന മലക്കമ്പ് എന്നൊരു ട്രഡീഷണൽ സ്പോർട്സ് ഉണ്ടായിരുന്നു. ഉടൻ പോളിൽ അത്ലറ്റ്സ് യോഗ പോസസ് ചെയ്യുകയും അപ്സൈഡ് ഡൗൺ ആയി സ്ട്രെങ്ത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതുപോലെ ചൈനീസ് സർക്കസ് ട്രഡീഷനിലും പോൾ അക്രോബാറ്റിക്സ് ഉണ്ടായിരുന്നു. കാലക്രമേണ പോൾ പെർഫോമൻസ് എന്റർടൈൻമെന്റിലേക്ക് മാറി. ഇന്ന് പോൾ ഡാൻസ് സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, കോൺഫിഡൻസ്, എക്സ്പ്രഷൻ എല്ലാം ഒരുമിച്ച ഒരു ഡിസിപ്ലിനാണ്. അതുകൊണ്ട് പോൾ ഡാൻസ് എന്നത് നമ്മൾ കരുതുന്ന പോലെ ഒരു സിംഗിൾ ഡെഫിനിഷൻ അല്ല. അത് ഹിസ്റ്ററിയും അത്ലറ്റിസവും ആർട്സും പേഴ്സണൽ ഗ്രോത്തും ചേർന്ന ഒന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. വാമപ്പ് കഴിഞ്ഞതിന് ശേഷം ആക്ച്വൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് മൂവ് സിമ്പിൾ സ്പിന്നായിരുന്നു. കാണുമ്പോൾ വളരെ ഈസിയായി തോന്നി, പക്ഷെ ചെയ്തു നോക്കിയപ്പോൾ തെക്ക് കടക്കനെ പോയി. വളരെ ടെക്നിക്കലിയാണ് എല്ലാ കറക്ഷൻസും അവരെനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. നമ്മുടെ സ്കിന്ന് പോളിൽ വളരെയധികം കോണ്ടാക്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ ബോഡി ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ബോഡി പെർഫെക്റ്റ് ആണോ എന്നതല്ല മാറ്റർ ചെയ്യുന്നത്, ബോഡി സ്ട്രോങ് ആണോ എന്നതാണ്. വളരെ ക്ലിയർ ആയിട്ട് ഹാൻഡ് പൊസിഷൻസ് ഒക്കെ എനിക്ക് അവരെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു. പോൾ പിടിച്ച് ടേൺ ചെയ്യുമ്പോൾ ബോഡി വെയിറ്റ് മുഴുവൻ കൺട്രോൾ ചെയ്യണം. പോരാത്തതിന് ഒരു മൂവ്മെന്റിൽ നിന്ന് അടുത്ത മൂവ്മെന്റിലേക്ക് പോകുമ്പോൾ സ്മൂത്തായി പോവുകയും വേണം. ശരിക്കും പറഞ്ഞാൽ പരിപാടി കൊള്ളാം. നമുക്ക് വളരെ ചലഞ്ചിങ് ആയിട്ട് തോന്നും. പോൾ ഡാൻസിൽ സ്ട്രെങ്ത് മാത്രം പോരാ, ഫ്ലെക്സിബിലിറ്റി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡി പൊസിഷനിങ് കൊണ്ട് ഒരുപാട് മൂവ്മെന്റ്സ് ബ്ലോക്കേജ് വരാറുണ്ട്. അതൊക്കെ ക്ലിയർ ആയിട്ട് അവരെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. പോൾ ഡാൻസിലെ ഒരു പ്രധാന ടെക്നിക്കാണ് ലോക്കിംഗ്. ലോക്ക് ചെയ്യാതെ പോളിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. റോങ് പ്ലേസ്മെന്റ് ആണെങ്കിൽ സ്ലിപ്പ് ചെയ്യും. കറക്റ്റ് ലോക്ക് കിട്ടിയാൽ ഹാൻഡ് റിലീസ് ചെയ്യാൻ പോലും കോൺഫിഡൻസ് കിട്ടും. ബേസിക് മൂവ്സ് ട്രൈ ചെയ്തതിനു ശേഷം ട്രെയിനർ ഞങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി. മേ ബി ബിക്കോസ് വി വെയർ ലേണിംഗ് ഫാസ്റ്റ്, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ കോൺഫിഡൻസ് കാണാനായിരിക്കാം. പക്ഷെ അത് ഒട്ടും ഈസി ആയിരുന്നില്ല. പറയുന്നതൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എൻ്റെ ബോഡി അതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ബോഡി മാത്രമല്ല, നമ്മുടെ മൈൻഡും വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഇതിൻ്റെ അകത്ത് വഹിക്കുന്നുണ്ട്. ഇതെൻ്റെ ലൈഫിലെ ആദ്യത്തെ പോൾ ഡാൻസ് ക്ലാസ് ആണെന്ന് ഇവർ മറന്നുപോയെന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നി. കാരണം ചിന്തിച്ചു പോലും നോക്കാൻ പറ്റാത്ത മൂവ്മെന്റുകളാണ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് ചെയ്ത് കാണിച്ചു തരുന്നത്. കാണുന്നത് പോലെ അത്ര സിമ്പിൾ അല്ല. നമ്മുടെ സ്കിന്നൊക്കെ നല്ലതുപോലെ വേദന എടുക്കും. ഒന്നിനു പുറകെ ഒന്നായിട്ട് ടെക്നിക്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിപ്പുണ്ടായിരുന്നു.
പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ട്രൈയും ചെയ്യുന്നുണ്ടായിരുന്നു. പുതിയൊരു മൂവ്മെന്റ് ട്രൈ ചെയ്യുന്നതിന്റെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും അവരവസാനം ഇത് ചെയ്തെടുത്തു. അത് കാണണ്ടേ നിങ്ങൾക്ക്? അന്യായ സ്ട്രെങ്ത് തന്നെയാണ് കേട്ടോ ഇവർക്കുള്ളത്. എത്ര ഈസി ആയിട്ടാണ് അവർ ഈ പോളിലൊക്കെ വലിച്ചേറി പോകുന്നത്. ഇത് കണ്ടിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ തെങ്ങി കയറുന്ന ആളുകളൊക്കെ ഇതുപോലെയാണ് കയറുന്നത്, പിന്നെ വേറൊരു ടെക്നിക്കും ഉണ്ടെന്ന് പറഞ്ഞു. അത് ട്രൈ ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ പറ്റുമെന്നും കൂടെ എൻ്റെ അടുത്ത് ചോദിച്ചു. എല്ലാം കഴിഞ്ഞ് വാം ഡൗണോട് കൂടി നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചു. ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് പോൾ ഡാൻസ് വളരെ ഫെമിനൈൻ ആയിട്ടൊരു കാര്യമെന്നാണ്. പക്ഷേ ഗൈസ്, ട്രസ്റ്റ് മീ, ഇറ്റ് നീഡ് ലോട്ട് ഓഫ് സ്ട്രെങ്ത്, ടൈമിംഗ്, flexibility, so it's a serious business. I am so proud of you because I know, like, for so many people pole dance it's all about stripping, but it's not. It's really a workout and it's a lot of like strength, flexibility, mental, like it's a lot about like overcoming your own fears, and I'm so proud. You did a great job. Yeah.